ഹായ് ഫ്രണ്ട്സ്, വാലുവേഷൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. +1 +2 SSLC വാലുവേഷൻ. അതിൽ SSLCയുടെ നമുക്കറിയാം, SSLC 10ാം ക്ലാസ് മാത്രമേ നോക്കാനുള്ളൂ. പക്ഷേ ഹയർ സെക്കൻഡറിനെ സംബന്ധിച്ചിടത്തോളം +1ഉം +2 ഉണ്ട്. ആദ്യം +2നാണ് പരിഗണന എന്നറിയാം. കാരണം അതിൻ്റെ റിസൾട്ട് വന്നിട്ട് +1ൻ്റെ നോക്കേണ്ടിയിരിക്കുന്നുള്ളൂ. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യം +2 ആണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്, +2ൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞോ, +1ൻ്റെ വാല്യുവേഷൻ തുടങ്ങിയോ എന്നൊക്കെ. അപ്പോൾ +1ൻ്റെ ചില സബ്ജക്റ്റ് വാല്യുവേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് +2ൻ്റെ ചില സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഡബിൾ വാല്യുവേഷൻ്റെ പേപ്പേഴ്സ്, ഇതെല്ലാം +2ൻ്റെ വാല്യുവേഷൻ ഇനിയും കംപ്ലീറ്റ് ആവാനുണ്ട്. ചില വാല്യുവേഷൻ ക്യാമ്പുകളിൽ, അതായത് ചില ജില്ലകളിൽ ഇംഗ്ലീഷിൻ്റെ വാല്യുവേഷൻ, +2 ഇംഗ്ലീഷിൻ്റെ വാല്യുവേഷൻ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുപോലെ ഡബിൾ വാല്യുവേഷൻ്റെ സെക്കൻഡ് വാല്യുവേഷൻ ഇനിയും കംപ്ലീറ്റ് ആവാണ്ട്. സെക്കൻഡ് വാല്യുവേഷൻ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ തേർഡ് വാല്യുവേഷനും ഉണ്ടായേക്കാം. അപ്പോൾ എല്ലാ സബ്ജക്റ്റും +2 വാല്യുവേഷൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അതായത് ഇംഗ്ലീഷ് ഡബിൾ വാല്യുവേഷൻ ഒഴികെ അപൂർവ സബ്ജക്റ്റ് ഒഴികെ മറ്റ് സബ്ജക്റ്റുകളുടെ സെക്കൻഡ് ഇയറിൻ്റെ +2ൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞ് +1ൻ്റെ വാല്യുവേഷൻ തുടങ്ങി മിക്ക സബ്ജക്റ്റിൻ്റെ, അതായത് ഇംഗ്ലീഷ് ഡബിൾ വാല്യുവേഷൻ പേപ്പറുകളൊക്കെ ഒഴികെയുള്ള മറ്റ് സബ്ജക്റ്റുകൾ പലതിൻ്റെയും +1ൻ്റെ വാല്യുവേഷനും ഈ ആഴ്ചയോടുകൂടി തീരും. അതായത് നാളെ തൊട്ട് തുടങ്ങുന്ന ഈ ആഴ്ചയോട് കൂടിയിട്ട് പല ജില്ലകളിലും +2 കഴിഞ്ഞ് +1ഉം കംപ്ലീറ്റ് ആവുകയാണ്. പക്ഷേ ഇംഗ്ലീഷ് ഡബിൾ വാല്യുവേഷൻ പേപ്പേഴ്സ് ഇവയൊക്കെ +2 തന്നെ കംപ്ലീറ്റ് ആവാനുണ്ട് പല ജില്ലകളിലും. അത് കഴിഞ്ഞിട്ടേ +1ൻ്റെ തുടങ്ങുകയുള്ളൂ. എന്തായാലും ഈ ഒരു 2 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ഈ മാസത്തിനുള്ളിൽ തീർച്ചയായും എല്ലാ വാല്യുവേഷനും കംപ്ലീറ്റ് ആവും. +2ൻ്റെത് ഈ ആഴ്ചയോടുകൂടി കംപ്ലീറ്റ് ആവും എന്നാണ് ഡബിൾ വാല്യുവേഷൻ്റെതും അറിയുന്നത്. അതുപോലെ ഇംഗ്ലീഷും, അതായത് ഈ ആഴ്ച നാളെ തൊട്ട് തുടങ്ങുന്ന ഈ അങ്ങോട്ടുള്ള 5 ദിവസത്തിനുള്ളിൽ ഡബിൾ വാല്യുവേഷനും കംപ്ലീറ്റ് ആവും. തേർഡ് വാല്യുവേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി കംപ്ലീറ്റ് ആവും. +2 കംപ്ലീറ്റ് ആയിട്ട് +1ലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും റിസൾട്ട് മെയ്യിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മാറ്റം ഉണ്ടാവില്ല. മെയ് ആദ്യം തന്നെ പ്രതീക്ഷിക്കാം. SSLC വന്ന ഉടനെ +2 വന്നേക്കാം. എല്ലാവർക്കും നല്ല മാർക്ക്, ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.